ഇരുന്ന് പഠിക്കടി കുറച്ചോണ്ടിരിക്കാതെ. എന്റെ മനുഷ്യ, നിങ്ങൾ എണീറ്റ് പണിക്ക് പോകും. ഇവിടെ ഇങ്ങനെ കിടക്കാതെ എണീറ്റ് പണിക്ക് പോകും. കഥയിലെ പടവെട്ടിയ കഥയാണ്, ഭൂമിയിൽ കഥയില്ല വീടാണ്. അവിയല് 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 പരിവം, അവിയല് 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 പരിവം. അവിയല് 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 പരിവം, അവിയല് 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 പരിവം, അവിയല്. നീയൊക്കെ വൈകിട്ട് ശരിയാക്കി തരാം. എൻ്റെ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. എല്ലാം അറിയുന്ന നാഥ, എൻ്റെ ഭർത്താവിന് വെളിവ് കൊടുക്കണമേ. എൻ്റെ മൂത്ത മകൻ നിഖിൽ എൻ്റെ പേരിട്ട് തുടങ്ങിയ അന്നമ്മ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ഇതുവരെ പച്ച പിടിച്ചിട്ടില്ല. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാനുള്ള ബുദ്ധി അവന് കൊടുക്കണമേ. എൻ്റെ ഇളയ മകൻ പോളിടെക്നിക്ക് കഴിഞ്ഞ് നിൽക്കുന്ന പോളി, അവൻ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ കർത്താവെ നീ കാണുന്നില്ലേ? സിനിമ പിടിക്കാനെന്നും പറഞ്ഞു നടക്കുന്നവൻ സിനിമ പിടിച്ചില്ലേലും വേണ്ടില്ല, ആരുടെയും വാതിലിൽ ചെന്ന് മുട്ടാതിരുന്നാ മതി. പിന്നെ എൻ്റെ ഇളയ മകള് നിമ്മി 21 PSC പരീക്ഷ എഴുതി പരാജയപ്പെട്ടിട്ടും പോരാട്ടം തുടരുന്ന അവളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വേണ്ടതൊക്കെ കണ്ടറിഞ്ഞങ്ങ് ചെയ്താൽ മതി കർത്താവേ. ഈ വീട്ടിൽ എനിക്ക് സന്തോഷവും സമാധാനവും തരുന്ന എൻ്റെ മുത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മൊബൈലിൽ കുത്തരുതെന്ന് നിന്നോട് കുറച്ചോണ്ടിരിക്കരുതെന്നും പറഞ്ഞിട്ടില്ലേ? വാടാമത്തെ, നമുക്ക് പോവാം. അമ്മേ, ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക കഴിച്ചായിരുന്നോ? കഴിക്കാം. പിന്നെ എല്ലാവരും 9 മണിക്ക് തന്നെ കഴിക്കാൻ വന്നു. ഇന്ന് കോളിച്ചാട്ടിനാണ് പാത്രം കഴുകേണ്ടത്. ശരിയാ. കൊറേ നാളായി മുത്ത് മുത്ത് മുത്ത്. ചേട്ടാ നോക്കൂ, ഇന്ന് ഞാനവനെ മണിച്ചിത്തായിട്ട് കൊടുത്തു. പാത്രം കഴിയണം, പൊളിച്ചിട്ട പാത്രം. കർത്താവേ, ഞാനറിയത് ഈ വീട്ടിൽ മൊത്തത്തിനാണോ? അത് എമ്മച്ചേ എമ്മച്ചേ. ചേട്ടായി തുറക്ക്, അനിങ്ങോട്ട് വന്നു. ചേട്ടായി നിക്കടാ. എന്താ എന്താണ് എന്താ അവിടെ പരിപാടി? ഞാൻ ഇത്തിരി കാറ്റ് കൊണ്ടങ്ങിരിക്കാം. കാറ്റാ? ചേട്ടാ റൂമിലെ കാറ്റിന് എന്താ ഒരു എമ്മച്ചിന്റെ മണം? എന്റെ റൂമിലെ കാറ്റിന് എമ്മച്ചിന്റെ മണം ഇല്ലല്ലോ. നിന്റെ റൂമിലെ കാറ്റ് വേറെ കമ്പനിയാണല്ലേ. നീ പോയി കിടന്നുറങ്ങുന്നില്ല. 10 തുള്ളി താ. 10 തുള്ളി 20 പോയെ പോയെ പോയെ. ഞാൻ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ ചോദിക്കാണ് 10 തുള്ളി എമ്മച്ചി താ. കഴിഞ്ഞ ക്രിസ്മസിന് നിനക്ക് 10 തന്നിട്ട് നീ മൊത്തം നാറ്റിച്ചില്ലടാ. 10 ദിവസം കഴിഞ്ഞാ വെളിയിൽ ഇറങ്ങിയത്. കഴിഞ്ഞ ക്രിസ്മസ് അല്ലേ? ഇപ്പൊ 10 തുള്ളി താ. ഇത്രയുണ്ടായിരുന്നു? സത്യം പറയലേട്ടാ, ഇത്ര അടിച്ചാൽ എന്റെ ടെൻഷൻ മാത്രം. അത്രയ്ക്ക് ടെൻഷൻ എന്നേ. 2 എണ്ണം എനിക്കൊണ്ട് വെച്ചേക്കണം. ചേട്ടായി പിന്നെ വേറൊരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബിരിയാണി ഒന്നാമത്തെ ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ക്ലാസ് ഇവിടെ തന്നെ കാണുമല്ലോ. ആഹാ, സിമ്പിൾ സ്റ്റെപ്പ്. ഇതെങ്ങനെയും പഠിച്ചെടുക്കണം, എന്നിട്ട് വേണം റീൽസ് എടുക്കാൻ.
ചേട്ടായി അമ്മച്ചിയുടെ പോക്കത്ര ശരിയല്ല കേട്ടോ. ശരിയല്ല, അത് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം. ഇങ്ങനെ പോയാൽ തള്ളനെ വല്ല ഉള്ളം പാറയിലും കൊണ്ടുവിടേണ്ടി വരും. എല്ലാത്തിനും കാരണം ആ ജേക്കബ് തന്നെയാണ്. അവൻ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കായിരുന്നു അമ്മച്ചിയുടെ ബർത്ത്ഡേക്ക്. ഇതൊരുമാതിരി തൊലിഞ്ഞ റോബ്. പേര് മുത്തു. മുത്തു. ഡാ, നിനക്ക് വേറൊരു കാര്യം അറിയോ? എന്നാട്ടായി? കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയാ ആ മുത്തു എന്ന് പറഞ്ഞ തെണ്ടിക്ക് ആധാർ കാർഡ് എടുക്കണമെന്ന്. എന്റെ ചേട്ടാ, എനിക്ക് ഈ വീട്ടിൽ ആധാർ കാർഡ് ഇല്ലല്ലോ. എനിക്കറിയാലോ. എന്റെ പേടി അതല്ല കേട്ടോ. എന്താ? ഈ വീടും വസ്തുവും അമ്മച്ചി അവന്റെ പേര് എഴുതി വെച്ച് കൊടുക്കും. ചാൻസ് ഉണ്ട്. നമുക്ക് അവനെ പൊക്കണം ചേട്ടായി. പൊക്കണം. അതെ, 10:30 കഴിയുമ്പോൾ അമ്മച്ചി കയറി കിടന്നു തുടങ്ങും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ദിവസം ആ കുറേക്കാര് കുറച്ചുകൊണ്ട് അവിടെ സിനിമ കണ്ടോണ്ടിരിക്കും. അവളെത്തി എനിക്കിവിടെ 9:30 കഴിഞ്ഞ് ചോറ് കൊണ്ടിരിക്കും. അമ്മേ, വായിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങണേ. ഗുളിക കഴിച്ചതല്ലേ. ആ മുത്തേ, നാളെ ദോശയാണോ ഇഡലിയാണോ? ദോശ പോരെ? ദോശ മതി. ദോശ ഉണ്ടാക്കാം. ചോറ് വെച്ചിട്ടില്ല. ഭാഗ്യം. കറി എന്താണോ? അതിന്റെ ഉള്ളിയും പച്ചവളമൊക്കെ. അമ്മേ, മീൻകറി ഒന്നുമില്ലേ? അത് ഞങ്ങള് തിന്നു. ഞങ്ങൾ എന്തത്? അതാരെ ഞങ്ങള്? നേരത്തിനും കാലത്തിനും ഒക്കെ വീട്ടിൽ കയറി വരണം. അവിടെ ഉള്ളിയും പച്ചമുളകും ഇരിപ്പുണ്ടല്ലോ, അത് പോരെ? അവന് വെറുതെ കൊന്നാ പറയാം. അവന് തൂക്കിട്ടിട്ട് ചുറ്റിക്ക് അപ്പച്ചണ്ട് താഴ്ച പൊട്ടിക്കണം. ഇപ്പൊ വിശക്കുന്നു. നീ ഫ്രിഡ്ജിൽ മുട്ട ആണ് പോയത്. ഓംലെറ്റ് അടിച്ചിട്ട് പോവാം. ചേട്ടായി മുട്ടയും കൊട്ടയൊന്നുമില്ല. ഫ്രിഡ്ജിലിരുന്ന മുട്ടയ്ക്ക് എന്ത്? മുട്ട ഞാൻ പുഴുങ്ങി തിന്നു. 5 എന്താ 5 നിറഞ്ഞില്ലേ? അവളുടെ ഒരു TV. എണീറ്റ് പടി. പോയി കിടന്നു പറഞ്ഞി. വലിയ ചേട്ടൻ കളിക്കില്ലേ? പോടി. ശരിയാക്കി തരാം. ഗുഡ് നൈറ്റ് മുത്തേ. ഗുഡ് നൈറ്റ് അമ്മേ. പിന്നെ തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കൂടാ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. നോക്കടാ പട്ടി ഇങ്ങോട്ട്. നിനക്ക് ഞങ്ങളെ കൊണ്ട് ഉള്ളിമുളകും തിരിക്കണം അല്ലടാ? നിനക്ക് ഞങ്ങളെ കൊണ്ട് പാത്രം കഴിക്കണം അല്ലടാ? തളകളെ എനിക്ക് അവൻ്റെ തലയടിച്ച് പൊട്ടിക്കണം. വേണ്ട, ഞാൻ അടിച്ചോളാം. ആറ്റടി ഞാൻ അടിക്കും. വേണ്ട, ഞാൻ അടിച്ചോളാം. സഹായിക്കണോ? വേണ്ട. അല്ല, സഹായിക്കാം. ഡാ മക്കളെ, ഡാ എണീക്ക്. അമ്മച്ചിയാടാ. ഇന്നലെ എൻ്റെ 2 മക്കളും നല്ലോണം പേടിച്ചോ? ശരിക്കും പേടിച്ചോ?
എടാ നിനക്കൊക്കെ ഇച്ചിരി ബുദ്ധിയുണ്ട് അല്ലേ? അതേതായാലും നിങ്ങളുടെ അപ്പൻ്റെ അല്ലെന്നറിയാവല്ലോ. അല്ല, മുത്തിനെ നിങ്ങൾക്ക് തൂക്കാൻ പറ്റില്ല മക്കളെ. കാരണം മുത്തിനെ തൂക്കിയ അമ്മച്ചിക്ക് അപ്പം സിഗ്നൽ കിട്ടും. ഇതേ AI കാലവാ. എന്തിന്റെ കാലവാ? അമ്മച്ചി പൊളിച്ചല്ലോ, അപ്ഡേറ്റഡ് അമ്മച്ചി. അപ്പൊ വിളച്ചിലെടുക്കാതെ എൻ്റെ മക്കളിത് സൂക്ഷിച്ചു വെച്ചോ. തള്ള പൊളി കേട്ടോ, ഹൈടെക്. ഈ ഓഞ്ഞ മുഹമ്മടി വെച്ചിട്ട് നമ്മളെ കിടത്തി കളഞ്ഞല്ലോടാ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട്.